നമ്മളടുത്ത ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആൻഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം ആണ്. സോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഒന്ന് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഈ ഒരു വീഡിയോ നമ്മൾ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നോക്കുന്നത്. എ മാനുഫാക്ചറർ ഓഫ് വിഡ്ജിറ്റ്സ് ഓൺസ് 3 warehouses and sells to 3 markets. The supply of each warehouse, the demand of each market and the shipping cost per ton of widgets from each warehouse to each market are as follows. അതായത് നമുക്ക് 3 വെയർഹൗസസ് ഉണ്ട്, അതേപോലെ 3 മാർക്കറ്റ്സ് ഉണ്ട്. ഓരോ വെയർഹൗസിലെ സപ്ലൈയും അതേപോലെ മാർക്കറ്റിൻ്റെ ഡിമാൻഡും പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതാണ് ഈ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നുള്ളതുകൊണ്ട് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈ എന്തായിരിക്കും, ഈക്വൽ ആവും. അങ്ങനെയുള്ളതിനെ നമ്മൾ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയാം. സോ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇതാണ്. വെയർഹൗസ് 1, വെയർഹൗസ് 2, വെയർഹൗസ് 3, മാർക്കറ്റ് 1, മാർക്കറ്റ് 2, മാർക്കറ്റ് 3. സോ വെയർഹൗസ് 1 മാർക്കറ്റ് 1 $2 per ton ആൻഡ് മാർക്കറ്റ് 2 $1 per ton ആൻഡ് മാർക്കറ്റ് 3 $2 per ton. അപ്പോൾ വെയർഹൗസ് 1 40 tons ആണ് മൊത്തം എന്ത് വരുന്നത്, സപ്ലൈ വരുന്നത്. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 40 tons. അങ്ങനെ മൊത്തം ഇവിടെ നിങ്ങൾ നോക്കുക 11 tons ആണ് വരുന്നത്. അതായത് ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയും നമുക്ക് എന്താണ് വരുന്നത്, ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, 40 + 50 90 + 20 110, 40 + 60 100, 100 + 10 110. ഓക്കെ, 110. സോ 110 tons. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് ഇത് കൂട്ടിയാലും സെയിം ആൻസർ വരുന്നതുകൊണ്ട് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. ഹൗ ഷുഡ് ദി മാനുഫാക്ചറർ ഷിപ്പ് ദി വിഡ്ജിറ്റ്സ് സോ ആസ് ടു മിനിമൈസ് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്, മിനിമൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് അത് മിനിമൈസ് ചെയ്യുന്നത്. സോ the problem can be solved by using the techniques of chapter. സോ നമ്മൾ ചാപ്റ്റർ 2 to 4 ഡയറക്റ്റ്ലി, അതായത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ചാപ്റ്റർ 2ഉം 4ഉം യൂസ് ചെയ്തിട്ടാണ്. ഫോർ i j = 1 2 3 etc. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസും ഉണ്ടാക്കേണ്ടതാണ്. സോ xij = $dollar of tons of widgets shipped from warehouse I to market j. I എന്ന് പറഞ്ഞ വെയർഹൗസിൽ നിന്ന് j എന്ന് പറഞ്ഞ മാർക്കറ്റിലേക്ക് ഷിപ്പ് ചെയ്യണം ടൺ ഓഫ് വിഡ്ജിറ്റ്സ് ആണ് നമ്മൾ എന്ത് xij എന്ന് പറഞ്ഞത്. ദെൻ ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മിനിമൈസ് ദി ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ മിനിമൈസ് C of x11 plus C of x11, x12, x13, x21, x22, x23, x31, x32, x33. കാരണം നിങ്ങൾ നോക്കുക, ഇവിടെ വെയർഹൗസ് 1 മാർക്കറ്റ് 1, അപ്പോൾ x11, വെയർഹൗസ് 1 മാർക്കറ്റ് 2, അപ്പോൾ x12, ആൻഡ് വെയർഹൗസ് 1 മാർക്കറ്റ് 3, സോ x13. Then warehouse 2 market 1, so x21, x22, x23, x31, x32, x33. അങ്ങനെ 3 6 9 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ളത് സി പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ആണ്, റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻ്റ് ആണ്. സോ ഇവിടെ നോക്കുക കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു 2 ton വരുന്നത് x11 ആണ്. അപ്പോൾ 2 × x11 അതിൻ്റെ കോഎഫിഷ്യൻ്റ് വരിക 2 × x11, 2 × x11, പിന്നെ പ്ലസ് x12 പ്ലസ് പിന്നെ എന്ത് വരും 2 × x13 പ്ലസ് 9x21 പ്ലസ് 4x22 പ്ലസ് 7x23. ദെൻ അടുത്തത് x31 പ്ലസ് 2x32 പ്ലസ് 9x33. അപ്പോൾ അങ്ങനെയാണ് മിനിമൈസ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരിക. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും, മിനിമൈസ് ചെയ്യാനാണോ മാക്സിമൈസ് ചെയ്യാനാണോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് മിനിമൈസ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. സോ വാട്ട് ആർ ദി കൺസ്ട്രെയിൻസ്, ഇനി കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മളടുത്ത് കൺസ്ട്രെയിൻസ് ആണ് ഉണ്ടാക്കണം. സോ നോട്ട് ദാറ്റ് ദി ടോട്ടൽ സപ്ലൈ ഓഫ് 3 warehouses 1110
110 tons and that the total demand of the 3 market is 110. Hence, in order to satisfy the demand of the markets, each warehouse will have to ship precisely its current supply of widgets. Furthermore, the amount of widgets sent to any market by 3 warehouse must be equal to the demand of that market. അതായത് നമ്മൾ ഒരു വെയർഹൗസിൽ നിന്ന് എത്ര സാധനം എത്ര വിഡ്ജിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്താലും അവിടെ എന്ത് വരുന്നുണ്ട്, ടോട്ടൽ ഡിമാൻഡിനോട് ടോട്ടൽ സപ്ലൈ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, എത്രമാത്രം വെയർഹൗസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണോ അത്രയും ഡിമാൻഡ് മാർക്കറ്റിൽ സെയിം ആയിട്ടാണ് വരുന്നത്. സോ ഹെൻസ് വി ഒബ്റ്റെയിൻ 6 ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഫോർ അവർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇവിടെ 6 ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ് ഉണ്ടാവുക. സോ ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് നമുക്ക് നോക്കാം. 6 ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ നോക്കുക, ഇവിടെ x11 പ്ലസ് x12 പ്ലസ് x13 ഈക്വൽ ടു 40, x21 പ്ലസ് x22 പ്ലസ് x23 ഈക്വൽ ടു 60, x31 പ്ലസ് x32 പ്ലസ് x33 ഈക്വൽ ടു 10. അത് 3 കൺസ്ട്രെയിൻസ് ആയി. ഇനി അടുത്തത് x11 പ്ലസ് x21 പ്ലസ് x31 ഈക്വൽ ടു 40, x21 plus x22 plus x23 equal to 50 and x31 plus x32 plus x33 equal to 20. Okay, അപ്പോൾ 6 constraints ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ആ 6 കൺസ്ട്രെയിൻസിന് നമ്മൾ ഇങ്ങനെ എഴുതി, x11 പ്ലസ് x12 പ്ലസ് x13 വെയർഹൗസ് 1 സപ്ലൈ കൺസ്ട്രെയിൻ, അതായത് വെയർഹൗസ് 1ഉം സപ്ലൈ കൺസ്ട്രെയിൻ ആൻഡ് വെയർഹൗസ് 2 സപ്ലൈ കൺസ്ട്രെയിൻ ആൻഡ് വെയർഹൗസ് 3 സപ്ലൈ കൺസ്ട്രെയിൻ. അതേപോലെ മാർക്കറ്റ് 1 ഡിമാൻഡ് കൺസ്ട്രെയിൻ, മാർക്കറ്റ് 2 ഡിമാൻഡ് കൺസ്ട്രെയിൻ, മാർക്കറ്റ് 3 ഡിമാൻഡ് കൺസ്ട്രെയിൻ. അങ്ങനെ 6 എന്ത് വരുന്നുണ്ട്, കൺസ്ട്രെയിൻസ്. ഫൈനലി ഇമ്പോസ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഓൺ ദി XIJ. നമുക്ക് എന്ത് പറയാം, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എന്തായാലും ഇടണം. സോ x11 x12 x13 x21 x22 x23 ആൻഡ് x31 x32 x33 ഒക്കെ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ദി ഇനീഷ്യൽ ടെക്കർ ടേബിൾ ഫോർ ദി സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം ബൈ ദി ടെക്നിക് ഓഫ് ചാപ്റ്റർ 2 നമ്മൾ ടെക്കർ ടേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളങ്ങനെ ചെയ്ത്, അതായത് ടെക്കർ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്, 6 വേരിയബിൾസ് വരുന്നുണ്ട്. സോ x11 x12 x13 x21 x22 x23 x31 x32 x33 അത് നമ്മൾ അടയാളപ്പെടുത്തി. എന്നിട്ട് അതിൻ്റെ ടെക്കർ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക, ടെക്കർ ടേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് അപ്പം നിങ്ങൾ നോക്കുക, x11 1, ഇവിടെ x12, പിന്നെ ഇവിടെ വരുന്നത് x11 വരുന്നുണ്ട്, പിന്നെ അതേപോലെ x12 x13 x11 x21 x31. നമ്മൾ ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ടേബിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പിവോട്ട് എലമെൻറ്റ് കണ്ടെത്തുക, എന്നിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന ടേബിളാണ് എന്ത്, ഈ കിടക്കുന്നത്. ഓക്കെ, അവസാനം കിട്ടുന്ന ടേബിളാണ് ഇത്. സോ എക്സാമ്പിൾ 1 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതേപോലെ ഈ ഒരു ഡീറ്റെയിൽസും വെച്ചിട്ട് ടെക്കർ ടേബിൾ ചെയ്തിട്ട് പിവോട്ട് എലമെൻ്റൊക്കെ കണ്ടെത്തിയിട്ട് അവസാനം നിങ്ങൾക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. സോ എക്സാമ്പിൾ 1 എബവ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമുക്ക് തന്നിട്ടുള്ള ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിളാണ്. കാരണം നമ്മൾ കണ്ടല്ലോ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ചെയ്തപ്പോൾ നമുക്ക് എന്താ വന്നത്, ഈക്വൽ ആണ് വന്നത്. സോ വി നൗ സ്റ്റേറ്റ് ദി ജനറൽ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇവിടെ ഇനി അടുത്ത് പറയുന്നത് ജനറൽ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. സോ എ മാനുഫാക്ചറർ ഓഫ് എ സർട്ടൻ ഗുഡ് ഓൺസ് M warehouses W1 W2 etc. WM and sells to N markets M1 M2 etc. MM. ഒരു ഗുഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാണ്, M വെയർഹൗസിൽ മാനുഫാക്ചർ ചെയ്യണം, W1 W2 etc. WM എന്ന് പറഞ്ഞാൽ M വെയർഹൗസിലാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അത് N മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യാണ്, N മാർക്കറ്റ് M1 M2 etc. MM. at SI equal to I equal to 1 to etc. M be the supply of WI. അതായത് SI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W1ലേക്ക്, S1 എന്ന് പറഞ്ഞാൽ W1ലേക്കുള്ള സപ്ലൈ, S2 എന്ന് പറഞ്ഞാൽ W2ലേക്കുള്ള സപ്ലൈ, S3 എന്ന് പറഞ്ഞാൽ W3ലേക്കുള്ള സപ്ലൈ, അങ്ങനെ SI എന്ന് പറഞ്ഞാൽ WIലേക്കുള്ള സപ്ലൈ ആണ്. സോ ലെറ്റ് DJ J equal to 1 to etc. N be the demand of MJ. അതായത് D1 എന്ന് പറഞ്ഞാൽ M1 എന്ന് പറഞ്ഞ മാർക്കറ്റിൻ്റെ ഡിമാൻഡ്, D2 എന്ന് പറഞ്ഞാൽ M2 എന്ന് പറഞ്ഞ മാർക്കറ്റിൻ്റെ ഡിമാൻഡ്, അങ്ങനെ DJ എന്ന് പറഞ്ഞാൽ MJ എന്ന് പറഞ്ഞ മാർക്കറ്റിൻ്റെ ഡിമാൻഡ്. ആൻഡ് ലെറ്റ് CIJ ബി ദി യൂണിറ്റ് ഷിപ്പിംഗ് കോസ്റ്റ് ഫ്രം WI ടു MJ. CIJ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കോഎഫിഷ്യൻസ്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WIയിൽ നിന്ന്, അതായത് വെയർ ഹൗസിൽ നമ്മളൊരു ഗുഡ് ഉണ്ടാക്കി, ആ ഗുഡ് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ എത്തണം, മാർക്കറ്റിലെത്തണം. അപ്പോൾ WIയിൽ നിന്ന് MJ എന്ന് പറഞ്ഞ മാർക്കറ്റിലേക്കുള്ള ആ ഒരു ഷിപ്പിങ്ങിൻ്റെ
യൂണിറ്റ് ആണ് എന്ത് CIJ എന്ന് പറഞ്ഞത്. സോ ഇഫ് XIJ ഈസ് ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദി ഗുഡ് ടു ബി ഷിപ്പ്ഡ് ഫ്രം WI to MG. അതേപോലെ യൂണിറ്റ് പറഞ്ഞാൽ കോസ്റ്റ് ആണ് യൂണിറ്റ്. CIJ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി XIJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WI എന്ന് പറഞ്ഞ വെയർ ഹൗസിൽ നിന്ന് എത്ര ഗുഡ് MJയിലേക്ക് പോയി, അതായത് നമ്പറാണ് അവിടെ എത്ര ഗുഡ്, അതായത് 9 ഗുഡ്സ് 10 ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ നമ്പറാണ് എന്ത് വരുന്നത് XIJ എന്ന് പറഞ്ഞത്. ദെൻ ദി ജനറൽ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് minimize C equal to sigma I equal to 1 to M, sigma J equal to 1 to N, CIJ XIJ, subject to sigma J equal to 1 to N, XIJ equal to SI, I equal to 1 to etc. M warehouse constraints. അതേപോലെ സിഗ്മ I equal to 1 to M, XIJ equal to DJ, J equal to 1 to etc. N മാർക്കറ്റ് കൺസ്ട്രെയിൻസ്. XIJ is greater than or equal to 0 for all I, J. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഈ ഒരു എന്തായാലും ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കാം. ഹിയർ ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്, അതും കൂടി ആ കൺസ്ട്രെയിൻസിൽ വരും. അത് ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണെന്നും കൂടി വരും. അതായത് ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ SIൻ്റെ സമ്മ്, ടോട്ടൽ ഡിമാൻഡ് പറഞ്ഞാൽ DJയുടെ സമ്മ്. സോ സിഗ്മ I equal to 1 to M, SI equal to സിഗ്മ I equal to 1 to M, സിഗ്മ J equal to 1 to N, XIJ that's equal to സിഗ്മ I equal to 1 to M, സിഗ്മ J equal to 1 to N, XIJ എന്ന് എഴുതാം. അതന്നെ നമുക്ക് എന്ത് വരാം ടോട്ടൽ ഡിമാൻഡ് വരാം. സോ സിഗ്മ I equal to 1 to M, SI equal to സിഗ്മ J equal to 1 to N, DJ. അപ്പോൾ ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് എന്ന് വന്നു. അങ്ങനെ ആ ഒരു കണ്ടീഷൻ കൂടി വന്നാലും നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ബാലൻസ്ഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഇൻ ദി സെൻസ് ദാറ്റ് ദി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ്. ഈ ഒരു ഇതിലാണ് ബാലൻസ്ഡ് എന്ന് പറയാം. ഇനി അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വിൽ ബി ഡിസ്കസ്ഡ് ഇൻ 5. ദി റെലവൻറ്റ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഈസ് ഗിവൺ ബൈ. അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ അടുത്തതായിട്ട് പഠിക്കും. ഇപ്പോൾ ഇനി അടുത്ത് പറഞ്ഞ റെലവൻറ്റ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ ഫോമാണിത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് നമ്മൾ എഴുതുക, വെയർ ഹൗസ് ഇവിടെ, അതായത് സെയിൽ ഇവിടെ നമ്മൾ സപ്ലൈ എഴുതും, ഇവിടെ ഡിമാൻഡ് എഴുതും. ഓക്കെ, അപ്പോൾ സപ്ലൈ C11 C12 എക്സെട്ര C19, അതിന് നേരെ S1 സപ്ലൈ S2 സപ്ലൈ എക്സെട്ര SM, D1 D2 എക്സെട്ര DN. അതിൻ്റെ ഇവിടെ എന്ത് നമ്മൾ എഴുതണം, രണ്ടും ഈക്വൽ ആണ് എഴുതാം, അതായത് ഇതിൻ്റെ സമ്മും ഈക്വൽ ആണ് എഴുതാം. ഇവിടെ അതിൻ്റെ ഉള്ളിൽ എഴുതുന്നത് കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ടേബിളും പഠിച്ചു വയ്ക്കുക. സോ ദി എൻട്രീസ് ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ ടേബിൾസ് ആർ കോൾഡ് സെൽസ്. ഓരോ എൻട്രീനെയും ഇതാണ് നമ്മളുടെ റെലവൻറ്റ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. അതേപോലെ ഇതിൻ്റെ എൻട്രീസ് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ ഓരോ എൻട്രീസിനും നമ്മൾ എന്താ വിളിക്കുക, സെല്ല് എന്നാണ് വിളിക്കുക. ആൻഡ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് റിമാർക്ക് ഈസ് ഇൻ ഓർഡർ ഹിയർ. ദി ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ എബവ് ഈസ് നോട്ട് എ ടക്കർ ടേബിൾ. ട്രാൻസ്പോർട്ടേഷൻ ടേബിളും ടക്കർ ടേബിളും ഒന്നല്ല, ഇതൊരിക്കലും എന്താവില്ല ടക്കർ ടേബിൾ അല്ല. In fact, the algorithm to be developed essentially translate the steps of dual simplex algorithm, which operates on Tucker table, into the language of transportation problem. In so doing, we will obtain disguised from form of the dual simplex algorithm, which operates directly on the transportation table rather than on the much larger Tucker table. The next two sections give this algorithm. അത് വേണമെന്നില്ല, നിങ്ങൾ ഈ സെല്ലിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. പിന്നെന്താ, ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ എബവ് ഈസ് നോട്ട് എ ടക്കർ ടേബിൾ, അത് ടക്കർ ടേബിൾ അല്ല എന്നും പഠിച്ചു വയ്ക്കുക. അത്രയും നിങ്ങൾ നോക്കി വയ്ക്കുക, ബാക്കിയുള്ളൊന്നും വേണ്ട. അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ അൽഗോരിതം അതേപോലെ സിംപ്ലസ് അൽഗോരിതം ഒക്കെയാണ് പറയാൻ പോകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അൽഗോരിതം ചെയ്യാൻ സിംപ്ലസ് അൽഗോരിതം അതേപോലെ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.